നമുക്കിന്ന് കൊച്ചി ടു താജ്മഹൽ പോയാലോ? പോകുന്ന ആൾക്കാർ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ കൊച്ചിയിൽ നിന്ന് ആഗ്രയിലോട്ട് നമ്മൾ ട്രെയിൻ കയറാണ്. 2 ഡേയ്സ് ട്രെയിനിലിരിക്കണം കേട്ടോ. ആഗ്ര എത്തിക്കഴിഞ്ഞാൽ കുളിക്കാനും ഫ്രഷപ്പ് ആവാനും ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് റൂമിൽ നിങ്ങൾ ബാഗ് വെച്ച് താക്കോല് വാങ്ങാം. താജ്മഹൽ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്താൽ മതി. മാക്സിമം താജ്മഹലും മ്യൂസിയവും കാണാൻ നോക്കണം കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ ഓട്ടോക്കാർക്ക് ഇങ്ങനെ വിളിക്കും, ഇവരുടെ വലയിലൊന്നും പെടരുത്, നിങ്ങൾ യൂബർ തന്നെ ബുക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ അവർ അവിടെ എവിടെയൊക്കെ മാറ്റിക്കൊണ്ട് നിർത്തും കേട്ടോ. അങ്ങനെ നമ്മൾ താജ്മഹൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 20 രൂപ കൊടുത്ത് ഈ ഒരു വണ്ടിക്ക് വേണം താജ്മഹലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓൺലൈനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്, എന്നാൽ പോലും ക്യൂ നിന്നിട്ട് വേണം താജ്മഹലിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ താജ്മഹലിൽ എത്തിയിരിക്കുകയാണ്. താജ്മഹലിലെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം കേട്ടോ ലൈഫിൽ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഡീറ്റെയിലിങ്ങും അടിപൊളിയാണ്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് കുറെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്താൽ അത് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എടുക്കാം. പിന്നീട് നിങ്ങൾ അയ്യോ എടുത്തില്ലല്ലോ എന്ന് തോന്നിപ്പോരുത്, സംഭവം കൊള്ളാം. പിന്നെ കുടിക്കാൻ അവിടെ തണുത്ത വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടും. കുപ്പി ഉണ്ടെങ്കിൽ നിറച്ചെടുക്കാം. താജ്മഹലിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോക്സ് നിർബന്ധമായിട്ട് ഇടണം. അത് അവിടെ സൈഡിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. താജ്മഹലിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലോഡ് അല്ല. പുറത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ.